ഹായ് ഓൾ ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങൾക്ക് ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് നിങ്ങൾക്ക് സൈബർ സെക്യൂരിറ്റി ഒരു ജോബിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഡിഗ്രി വേണോ വേണ്ടേ എന്നുള്ള കാര്യം. ബേസിക്കലി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ സൈബർ സെക്യൂരിറ്റി കമ്മ്യൂണിറ്റിക്കകത്ത് തന്നെ ഒരു ഡിബേറ്റ് നടക്കുന്ന ഒരു ടോപ്പിക്കാണ് സൈബർ സെക്യൂരിറ്റി ഒരു ജോബിൽ എൻ്റർ ചെയ്യാൻ വേണ്ടി ഡിഗ്രി വേണോ വേണ്ടേ എന്നുള്ള കാര്യം. ബിക്കോസ് കുറേ പേര് പറയുന്നുണ്ട് സൈബർ സെക്യൂരിറ്റി ജോബ് കിട്ടാൻ വേണ്ടി ഡിഗ്രി വേണം എന്നുള്ള കാര്യം, കുറേ പേർക്ക് വേണ്ട എന്നുള്ള കാര്യം പറയുന്നവരുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ്ലി എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറയുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഉള്ള കാര്യം മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഒരു പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ നിങ്ങൾ ചൂസ് ചെയ്യുക, ഡിഗ്രി എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നുള്ള കാര്യം കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. സോ ബാക്കിയുള്ള വ്യൂവേഴ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങളൊരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? സോ എൻ്റെ ഒരു കാഴ്ചപ്പാട് അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇപ്പോഴും മിക്ക കോളേജസും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസാണ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിക്സ് ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി തിയറി ബേസ് ചെയ്തിട്ടായിരിക്കും, നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ടൊരു എക്സ്പീരിയൻസ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്കൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല. ഞാൻ എല്ലാ കോളേജസും പറയുന്നില്ല, നല്ല കോളേജസും ഉണ്ട്. ബട്ട് ഒരു 80% കോളേജസും ഈ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. സോ അതുകൊണ്ട് നിങ്ങൾ 3 വർഷം ടൈം സ്പെൻഡ് ചെയ്ത് നിങ്ങളെ മണിയും സ്പെൻഡ് ചെയ്ത് നിങ്ങളൊരു കോളേജിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പ്രോപ്പറായിട്ടൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല. ഒരു സർട്ടിഫിക്കറ്റ് കിട്ടുന്നതിന് പുറമെ നിങ്ങൾക്ക് ഒരു സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളായിട്ട് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റും എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്കില്ലില്ലാതെ ഒരു ഡിഗ്രി മാത്രം കൊണ്ട് നിങ്ങളൊരു ജോബിന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ജോബ് കിട്ടുന്നത്? സോ പിന്നെ നിങ്ങളൊരു എഞ്ചിനീയറിംഗ് കോളേജൊക്കെയാണ്, അത്യാവശ്യം നല്ല പ്ലേസ്മെൻറ്റ് വരുന്ന ഒരു എഞ്ചിനീയറിംഗ് കോളേജൊക്കെ ആണെങ്കിൽ അവിടെ പോസിബിലിറ്റീസ് ഉണ്ട്. അവർ ബൾക്കായിട്ട് നിങ്ങളെ പ്ലേസ്മെൻറ്റ് ത്രൂ അവർ പ്ലേസ്മെൻറ്റ് വെച്ചിട്ട് അവർ നിങ്ങൾക്ക് അവിടെ ആ ഒരു കമ്പനി ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങളൊക്കെ തന്ന് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കും. ബട്ട് അത് എഞ്ചിനീയറിംഗ് കോളേജിനാണ്. നോർമൽ ഡിഗ്രി എടുക്കുന്നവർക്ക് ആ ഒരു ഓപ്ഷനും വളരെ കുറവാണ്. ഇപ്പോൾ എൻജിനീയറിംഗ് കാര്യം തന്നെ നോക്കുകയാണെങ്കിലും അവിടെ ഈ ഒരു രീതിയിൽ എടുക്കുന്ന കമ്പനീസ് വളരെ കുറവാണ്. ഒരു വലിയ വലിയ കമ്പനീസ് മാത്രമേ ആ ഒരു രീതിയിൽ എടുക്കുന്നുള്ളൂ. ബട്ട് നിങ്ങൾക്കൊരു സ്റ്റാർട്ടപ്പ് കമ്പനി അല്ലെങ്കിൽ മിഡ് റേഞ്ച് നിൽക്കുന്ന ഒരു കമ്പനി കയറണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ പോസിബിൾ അല്ല. കാര്യം അവർ സ്കില്ലായിട്ടുള്ളവരെ മാത്രമാണ് അവർ എടുക്കുന്നത്. കാര്യം അവരൊക്കെ അവിടെ ആ ഒരു ട്രെയിനിങ് തന്ന് നിങ്ങളെ അവിടെ പെർമനൻ്റ് ആക്കാനുള്ള ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള കമ്പനീസ് ആയിരിക്കില്ല. സോ അവിടുത്തെ കേസ് അങ്ങനെ ഒരു കമ്പനി നോക്കുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലാണ് ഇമ്പോർട്ടൻറ്റ്. സോ ഡിഗ്രിക്ക് പുറമെ നിങ്ങൾക്ക് സ്കില്ലാണ് ഈ ഒരു കമ്പനിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്. അതുപോലെ തന്നെ ഞാൻ വേറൊരു സിനാരി ചോദിക്കട്ടെ. നിങ്ങളൊരു കമ്പനി അപ്ലൈ ചെയ്യാണ്, അവിടെ 2 പേര് അപ്ലൈ ചെയ്തു. ഒരാൾക്ക് ഡിഗ്രി ഉണ്ട് ബട്ട് സ്കില്ലില്ല. വേറൊരാളെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് സ്കില്ലുണ്ട് പക്ഷേ ഡിഗ്രി ഇല്ല. സോ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണെങ്കിൽ ഞാൻ എടുക്കുന്നത് അഫ്കോഴ്സ് ഡിഗ്രി ഇല്ലാതെ സ്കില്ലുള്ള ഒരാളായിരിക്കും. കാര്യം എനിക്കവിടെ എൻ്റെ വർക്കാണ് ചെയ്യേണ്ടത്. സോ അവിടെ ഡിഗ്രി ഉണ്ടോ ഇല്ലേ എന്നുള്ള കാര്യമല്ല ഞാൻ നോക്കുന്നത്, ആ ഒരു ചെയ്യുന്ന ആൾക്ക് സ്കില്ലുണ്ടോ സ്കില്ലില്ലേ എന്നുള്ള കാര്യമാണ് ബേസിക്കലി ഞാൻ നോക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ സ്കില്ലാണ് ഡിഗ്രിക്ക് പുറമെ ഇമ്പോർട്ടൻറ്റ്. ഇനി ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ബേസിക്കലി എനിക്കൊരു ഡിഗ്രി ഇല്ല. ഞാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയാണ് ചെയ്തിട്ടുള്ളത്. സോ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സൈബർ സെക്യൂരിറ്റി സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് ഞാൻ ഒരു കമ്പനിയിൽ കയറിയത്. ഞാൻ കയറിയ കമ്പനീസിൽ ഒരിടത്തും അവർ ഡിഗ്രി ഉണ്ടോ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ള കാര്യം ചോദിച്ചിട്ടില്ല. ഞാനിപ്പോൾ കറൻ്റ്ലി ഒരു US ബേസ്ഡ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അവിടെ ആയപ്പോലും അവർ നോക്കിയത് എനിക്ക് എന്ത് സ്കില്ലുണ്ട്, ഞാൻ സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്ത് എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മാത്രമാണ് അവർ നോക്കിയിട്ടുള്ളത്. ഞാൻ എന്ത് പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഇതിനു മുമ്പ് എവിടെയാണ് വർക്ക് ചെയ്തത്, സൈബർ സെക്യൂരിറ്റി റിലേറ്റ് ചെയ്തിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ആ ഒരു കാര്യങ്ങളാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ ജോബിന് കയറിയ ടൈമിലെല്ലാം ഞാൻ കയറിയ കമ്പനീസിലെല്ലാം നോക്കിയിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിഗ്രി ഇമ്പോർട്ടൻ്റ് അല്ല, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ച് പറയുകയാണെങ്കിൽ. സോ ഇനി ഞാൻ കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഡു വി റിയലി നീഡ് എ ഡിഗ്രി? നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടായിരിക്കുന്നത് എപ്പോഴും ബെറ്ററാണ്. അതിൻ്റെ ഒന്നാമത്തെ കാര്യം, കുറച്ച് പേര് എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്ക് +2 മാത്രമേ ഉള്ളൂ, സോ +2 വച്ചിട്ട് ഞാൻ ഡയറക്റ്റ് ജോബിന് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് ജോബിന് കയറട്ടെ. സോ അതും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം ഒരു 10% +2 മാത്രമുണ്ട് സ്കില്ല് വെച്ചിട്ട് കയറുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ അത് ഒരു 10% മാത്രം പോസിബിലിറ്റിയാണ്. കാര്യം അവർ ഡിഗ്രി ഇല്ലെങ്കിൽ പോലും +2ന് പുറമെ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്ലോമ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്ററാണ്. ഇല്ലെങ്കിലും നിങ്ങൾക്ക് ജോബ് കിട്ടും, ജോബ് കിട്ടാതെ
ഇല്ലാതെയൊന്നുമില്ല, ബട്ട് അവിടുത്തെ പോസിബിലിറ്റി വളരെ കുറവാണ്. അങ്ങനെ എടുക്കുന്ന കമ്പനീസിനെ നോക്കുകയാണെങ്കിൽ വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു പാർട്ട് ലൈക്ക് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈക്ക് ആ +2 കഴിഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഒരു കോഴ്സോ അല്ലെങ്കിൽ സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ കൂടെയൊക്കെ ചെയ്യാം. പിന്നെ ഇതിനെപ്പറ്റി ഈ ഒരു ടോപ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഡിഗ്രി ഇമ്പോർട്ടൻ്റ് അല്ല, മാൻഡറ്ററി ആയിട്ടുള്ള കാര്യമല്ല ഡിഗ്രി. ഓക്കെ, ബട്ട് ഡിഗ്രി ഉണ്ടെങ്കിൽ എപ്പോഴും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ജോബിന് കയറാൻ വേണ്ടി നിങ്ങൾ ഡിഗ്രിയുടെ ആവശ്യം വരില്ല. എനിക്ക് ഇതുവരെ ഡിഗ്രിയുടെ ആവശ്യം വന്നിട്ടില്ല, ബട്ട് ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ എനിക്ക് ആവശ്യം വന്നേക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്, എൻ്റെ സെയിം സ്കിൽ സെറ്റുള്ള ഞാനും ഉണ്ട്, വേറൊരാളും ഉണ്ട്. എനിക്ക് ഡിഗ്രി ഇല്ല, വേറൊരാൾക്ക് ഡിഗ്രി ഉണ്ട്. അവിടെ ഒരു പ്രൊമോഷൻ വരികയാണെങ്കിൽ ഓഫ് കോഴ്സ് ആരെയായിരിക്കും അവിടെ പ്രൊമോട്ട് ചെയ്യുന്നത്? ഡിഗ്രിയും സ്കില്ലും ഒരുപോലെയുള്ള ആളെ ആയിരിക്കും പ്രൊമോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു സിനാരിയോ നോക്കുകയാണെങ്കിൽ ചില കമ്പനീസിലൊക്കെ സർവീസ് ബേസ്ഡ് കമ്പനിയൊക്കെ ആണെങ്കിൽ അവർക്കൊരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് ചെയ്യുന്ന ആളുടെ ഡീറ്റെയിൽസ് അവർ കൊടുക്കണം, അവരുടെ ക്വാളിഫിക്കേഷൻ എന്താണ്. സോ അങ്ങനത്തെ കേസസിനും ചില കേസിൽ ഡിഗ്രി അവർ ചോദിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ കുറേ കൂടെ ബെറ്റർ ആയിരിക്കും. സോ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഡിഗ്രി ഇല്ലാതെ നിങ്ങൾക്ക് ജോബിന് കയറാൻ പറ്റും, ബട്ട് ഡിഗ്രിയും കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ അഡ്വാൻറ്റേജ് ആയിരിക്കും, നിങ്ങൾക്ക് കിട്ടുന്ന സ്പേസ് കൂടുതലായിരിക്കും. കാര്യം ചില കമ്പനീസ് ഡിഗ്രി മാത്രം വെച്ചെടുക്കുന്ന കമ്പനീസിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഡിഗ്രി ഉണ്ടെങ്കിൽ. സോ ഡിഗ്രി ഇല്ലാത്ത കേസാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ കമ്പനി അവോയ്ഡ് ചെയ്യേണ്ടി വരും. സോ നിങ്ങൾക്ക് ജോബിൽ കയറാൻ വേണ്ടിയിട്ടുള്ള കമ്പനീസിൻ്റെ എണ്ണം കുറയുകയാണ് ചെയ്യുന്നത്. സോ ഈ ഒരു സിനാരിയോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഡിഗ്രി ഉള്ളത് എപ്പോഴും ബെറ്ററാണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് മാൻഡറ്ററി. ഇനി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു ഡിഗ്രി ചൂസ് ചെയ്യേണ്ടതെന്നുള്ള എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ കറൻ്റ്ലി ഒരു ജോബ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് പുറമെ നിങ്ങളെ ഫ്രീ ടൈം കിട്ടുന്ന ഈവനിങ് ടൈമൊക്കെ നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഏത് ഫീൽഡാണ്, ഇപ്പോൾ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോജക്ട്സ് ചെയ്യുക, സൈബർ സെക്യൂരിറ്റി ആണെങ്കിൽ നിങ്ങൾ അത് റിലേറ്റ് ചെയ്തിട്ട് ബഗ് ബൗണ്ടി ആ ഒരു രീതിയിലൊക്കെ നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. ലാബ് ട്രൈ ഹാക്ക് മീ CTF ഒക്കെ ചെയ്തിട്ട് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. നിങ്ങൾ കോളേജിൻ്റെ കൂടെ തന്നെ ഈവനിങ് ഫ്രീ ടൈം കിട്ടുന്ന ടൈമിൽ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്കില്ലും ഡെവലപ്പ് ആവും, അറ്റ് ദ സെയിം ടൈം തന്നെ നിങ്ങൾക്ക് നമ്മുടെ സർട്ടിഫിക്കേഷനും കിട്ടും, ഡിഗ്രി സർട്ടിഫിക്കറ്റും കിട്ടും. സോ നിങ്ങൾക്ക് ആ ഇത് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, +2 കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യണോ, ഡിഗ്രി എടുക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തീരുമാനിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളത്. സോ നിങ്ങൾക്ക് 2 ഓപ്ഷനുണ്ട്. ഒന്ന്, നിങ്ങൾക്ക് നോർമൽ ഡിഗ്രി, നിങ്ങൾക്ക് എന്താണോ ഓപ്ഷൻ, നോർമൽ ഡിഗ്രിയാണ് താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് നോർമൽ കോമൺ ആയിട്ട് ചെയ്യുന്ന പോലെ നമ്മളൊരു കോളേജിൽ പോയിട്ടൊരു ഡിഗ്രി എടുക്കുക. അതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഫ്രീ ടൈം കിട്ടും, ഈവനിങ് ടൈമൊക്കെ നിങ്ങൾ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രീതിയിൽ വർക്ക് ചെയ്ത് നിങ്ങളെ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് 3 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് ഒരു ജോബിലോട്ട് എൻ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലൈക്ക് ഫുൾ ടൈം ആയിട്ട് നിങ്ങളുടെ സ്കിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. കോളേജിൽ പോവാതെ നിങ്ങൾ ഫുൾ ടൈം നിങ്ങളുടെ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എടുക്കുക. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഡിസ്റ്റൻ്റ് ആയിട്ട് ഡിഗ്രി എടുക്കാൻ നോക്കുക. ഡിസ്റ്റൻ്റ് ഡിഗ്രി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കോളേജിൽ പോകേണ്ട, നമുക്ക് ഓൺലൈൻ ത്രൂ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാനും ലൈക്ക് ഒരു കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതി നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് എടുക്കാൻ പറ്റും. സോ IGNOU ഒക്കെ പോലത്തെ കുറച്ച് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, സോ ഡിസ്റ്റൻ്റ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ ചെയ്യാം. സോ അവിടുത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മോർണിംഗ് ടൈം നിങ്ങൾക്ക് ഫ്രീ, ലൈക്ക് ബാക്കി ടൈമെല്ലാം നിങ്ങൾ ഫ്രീ ആയിരിക്കും. സോ ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് സ്കിൽ ഡെവലപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻറ്റേൺഷിപ്പ് എന്തെങ്കിലും അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പെല്ലാം അറ്റൻഡ് ചെയ്യാം. സോ അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഡിസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഡിഗ്രിയും കിട്ടും. സോ നിങ്ങൾക്ക് ഈവൻ ഇപ്പോൾ ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജോബിന് കയറണമെങ്കിൽ പോലും അതും പോസിബിളാണ്. കാര്യം ആ ഒരു കോളേജ് ഡിഗ്രി ഡിസ്റ്റൻ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ജോബിന് കയറുന്നത് നിങ്ങൾക്ക് അത് ബാധിക്കില്ല. നിങ്ങൾക്ക് എക്സാം എഴുതാൻ മാത്രം കോളേജിൽ പോയാൽ മതി. സോ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾ ഡിഗ്രി എടുക്കാൻ നോക്കുക. സോ ഇതാണ് എൻ്റെ ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എൻ്റെ ഒരു അഭിപ്രായം. സോ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി എന്താണ് തോന്നുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയോ ഇല്ലയെന്ന് എനിക്കറിയില്ല. സോ എനിവേ നിങ്ങൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് നിങ്ങളൊരു ഒപ്പീനിയൻ ചൂസ് ചെയ്യുക, നിങ്ങൾ പേഴ്സണലായിട്ടൊരു ഒപ്പീനിയൻ ചൂസ് ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് ഒരുവിധം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.
പിന്നെ ഈ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ജസ്റ്റ് അവർക്കും കൂടെ ശരിയാണ്. ആൻഡ് വൺ മോർ തിങ്, നമ്മളൊരു സൈബർ സെക്യൂരിറ്റി ബഗ് ബൗണ്ടി കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ലിങ്ക് ഉണ്ട്. സോ അതിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. സോ ദാറ്റ്സ് ഇറ്റ്, ബൈ.